പ്യാരെ ബച്ചോ ആദാബ്. നാളത്തെ 8ാം ക്ലാസ്സിലെ മക്കൾക്കുള്ള റിവിഷൻ ക്ലാസ്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് ചെയ്തിരുന്നു. ചാനലിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോയും മക്കൾക്ക് ലഭിക്കും. അപ്പോൾ ഓക്കെ, ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. तंदुरुस्ती हजार नेमत है, तंदुरुस्ती कायम करने के लिए किन किन बातों का लिहाज रखना जरूरी है. തന്തുരുസ്തി എന്ന് പറയുന്നത് നമുക്ക് ആയിരക്കണക്കിന് അനുഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൽ 5 സിമ്പിൾ പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അച്ഛാ ഖാന ജരൂരി ഹെ, നല്ല ഭക്ഷണം അത്യാവശ്യമാണ്. റോസാന വർജിഷ് കർണ ജരൂരി ഹെ, നിത്യേന എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? വർജിഷ് എന്ന് പറഞ്ഞ് വ്യായാമം ചെയ്യാൻ നിർബന്ധമാണ്. മാഹോൽ സാഫ് സിത്തര ഹോന ചാഹിയെ, നമ്മോടൊപ്പം തന്നെ നമ്മുടെ പരിസ്ഥിതിയും വൃത്തിയുള്ളതായിരിക്കണം. വക്ത് പർ ഖാന ഔർ സോന ജരൂരി ഹെ, സമയത്തിന് ഭക്ഷണം കഴിക്കുകയും അതേപോലെ സമയത്തിന് ഉറങ്ങുകയും ചെയ്യണം. നശാവർ ചീസോം സേ ദൂർ രഹന ചാഹിയെ, ലഹരി വസ്തുക്കളിൽ നിന്ന് നമ്മൾ ദൂരെ മാറി നിൽക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അത് ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ആരോഗ്യസ്ഥിതിയെയും നാശമാക്കും. നമുക്കറിയാവുന്ന ഒരു പോയിന്റാണ്. നമ്മളിങ്ങനെ എഴുതാം, നശാവർ ചീസോംസെ ദൂർ രഹന ചാഹിയെ, എപ്പോഴും നമ്മൾ നശയിൽ നിന്ന് നമ്മൾ ഒരു അകലം പാലിക്കൽ നമുക്ക് നിർബന്ധമാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. നശാവർ ചീസോം കെ ഇസ്തേമാൽ സെ ഹമാര സെഹത്ത് ഖറാബ് ഹോ ജാത്തി ഹെ, നശാവർ ചീസുകളുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ ആരോഗ്യം നശിക്കുന്നു. നശാവർ ചീസോം കെ ഇസ്തേമാൽ സെ ക്യാ ക്യാ നുക്സാനാത്ത് പേഷ് ആത്തേ ഹെ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങളാണ് നമുക്കുണ്ടാകുന്നത്? ആപ്കെ ഹയാലാത്ത് ലിഖിയെ, നിങ്ങളുടെ ഹയാലാത്ത് എഴുതാനാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള 5 പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ. ജിസ്മ ബർബാദ് ഹോ ജാത്താ ഹെ, നമ്മുടെ ശരീരം നശിക്കുന്നു. ദിമാഗ് ബർബാദ് ഹോ ജാത്തേ ഹെ, യാനി കംസോർ ഹോ ജാത്തേ, നമ്മുടെ ബുദ്ധി നശിക്കുന്നു. ഗർ ഔർ ദോസ്തോം കെ താല്ലുക്കാത്ത് ഹറാബ് ഹോ ജാത്തേ ഹെ, നമ്മുടെ വീട്ടുകാരുമായിട്ടും നമ്മുടെ ഫ്രണ്ട്സുമായിട്ടും നമുക്ക് ആ ഒരു ബന്ധം നമുക്ക് നഷ്ടമാകുന്നു. പൈസ ബേക്കാർ ഹോ ജാത്താ ഹെ, നമ്മുടെ പണം ഉപകാരമില്ലാതായി മാറുന്നു. സമാജ് കെ ലിയെ ഖത്തറ ബൻ ജാത്താ ഹെ, നമ്മൾ എന്നും സമൂഹത്തിനൊരു നാശമായിട്ട് മാറും. അപ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ടുള്ള നാശങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കൾ ഈ തരത്തിൽ പോയിന്റ്സുകൾ വളരെ സിമ്പിളായിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. ജരൂരത്ത് ഈജാദ് കി മാ ഹെ എന്നുള്ള ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ജരൂരത്ത് ഈജാദ് കി മാ ഹെ, അവിടെ ഈജാദ് നിന്ന് വിട്ടുപോയതാണ് കേട്ടോ. ഐസാ ക്യോം കഹാ ജാത്താ ഹെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പനെ ഹയാലാത്ത് ലിഖിയെ, നിങ്ങളോട് നിങ്ങളുടെ ഹയാലാത്തുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. കഹാ ജാത്താ ഹെ കെ ജരൂരത്ത് ഈജാദ് കി മാ ഹെ, പറയപ്പെടുന്നത് എങ്ങനെയാണ്? ആവശ്യങ്ങളാണ് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന് പറയുന്നത്. ക്യോങ്കെ, എന്തുകൊണ്ടെന്നാൽ ഇൻസാൻ ജബ് മുഷ്കിൽ യാ ജരൂരത്ത് കാ സാമന കർത്താ ഹെ തോ, മനുഷ്യൻ എപ്പോഴാണോ പ്രയാസങ്ങൾ അതേപോലെ അവൻ്റെ ആവശ്യങ്ങളും അവൻ്റെ മുന്നിൽ വരുന്നത്, ഉസ് മസ്അലെ കാ ഹൽ തലാഷ് കർനെ പർ മജ്ബൂർ ഹോത്താ ഹെ, അപ്പോൾ അവൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവൻ നിർബന്ധിതനായിത്തീരും. और उसे पूरे करने के लिए नई चीज़ें ഈജാദ് करते हैं, അപ്പോൾ അവൻ്റെ ആ ഒരു ഉദ്ദേശം പൂർത്തീകരിക്കാനായിട്ട് പുതിയ വസ്തുക്കൾ അങ്ങനെ കണ്ടുപിടിച്ചു തുടങ്ങും. അതുകൊണ്ടാണ് നമ്മുടെ ജരൂരത്താണ് ഈജാദ് കി മാം എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആജ് കൽ സഡക് പർ മുഖ്തലിഫ് ഗാഡിയോം കി ഭീഡ് ഹെ, ഇന്ന് റോഡിലേക്കാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ്? വ്യത്യസ്ത വാഹനങ്ങളുടെ തിരക്കാണ് അല്ലേ. ഉന്മേ ആം സവാരി ഔർ ജാത്തിയ സവാരി ഷാമിൽ ഹെ, അതിൽ പൊതുവായിട്ടുള്ള വാഹനങ്ങളുണ്ട്, അതേപോലെ പേഴ്സണൽ വാഹനങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ബച്ചോ ആം സവാരിയം ഇസ്തേമാൽ കർണേസെ ക്യാ ക്യാ ഫായിദേ ഹെ, നമ്മൾ പൊതുവാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെല്ലാമാണ് നമ്മുടെ പ്രയോജനം? എന്തെങ്കിലും പ്രയോജനങ്ങളുണ്ടോ? അതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കൂ. അവാമി സവാരിയോം കെ ഇസ്തേമാൽ സെ ഗാഡിയോം കെ ഭീഡ് കം ഹോ ജാത്തേ ഹെ, സ്വാഭാവികമായിട്ട് നമുക്കറിയാം പൊതുവാഹനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വാഹനങ്ങളുടെ തിരക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും.
ജിസ്സെ അതിലൂടെ ഫിസ മേ ഹവായി ആലോദഗി കം ഹോത്തി ഹെ, നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിലുള്ള ഹവായി ആലോദഗി എന്ന് പറഞ്ഞാൽ വായു മലിനീകരണം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. और മാഹോൽ സാഫ് രഹത്ത ഹെ, നമ്മുടെ പ്രകൃതിയെ നമുക്ക് വൃത്തിയാക്കാം, സാഫ് രഹത്ത ഹെ, വൃത്തിയായി സൂക്ഷിക്കാം. और അവാമി സവാരിയോ മേ സഫർ കർണ കം ഖർച്ച് ഹത്ത ഹെ, അതേപോലെ പൊതുവായിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് യാത്ര ചെയ്യാൻ വളരെ കുറഞ്ഞ ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ട് ആ ചോദ്യത്തിന് ഉത്തരങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ആജ്കൽ ഇൻസാൻ സവാരി കെ ലിയെ മുഖ്തലിഫ് ജറായി ഇസ്തേമാൽ കർത്തേ ഹെ, ഇന്ന് മനുഷ്യൻ യാത്ര ചെയ്യാനായിട്ട് വ്യത്യസ്ത മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്. സവാരിക്ക് മുഖ്തലിഫ് ജറായി ക്യാ ക്യാ ഹെ, ഏതൊക്കെയാണ് യാത്രയിലെ വ്യത്യസ്ത മാർഗങ്ങൾ. കിസി ഏക് കെ ബാരെ മേ ഉസ്കെ ഹാമിയം और खूबियां ബയാൻ കർക്കെ നോട്ട് ലിഖിയെ, അതിലേതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും വെച്ചിട്ട് ഒരു നോട്ട് തയ്യാറാക്കാനാണ്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹവായി ജഹാസ്, അതായത് വിമാനം അല്ലെ, വിമാനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ഹോബികൾ, ഗുണങ്ങൾ? തേസീസെ പहुंच, നമ്മൾ വളരെ വേഗത്തിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും. और ബേരോനി മുൽക്ക് സഫർ കെ ലിയെ ബഹത്തരീൻ ഹെ, അതായത് വിദേശ രാജ്യങ്ങളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഈസിയാണ്. പക്ഷേ അതിന് ഒരുപാട് ദോഷവശങ്ങളുണ്ട്. ബഹുത് ജ്യാദ ഖർച്ച് ഹെ, അല്ലെ, നമുക്ക് എന്താണ് അതിൻ്റെ ചിലവ് വളരെ അധികമാണ്. और ഹർ ജഗ ദസ്തിയാബ് നഹീം, എല്ലാ സ്ഥലങ്ങളും സ്യൂട്ടബിൾ അല്ല. വക്ത് കി പാബന്ദി ജരൂരി ഹെ, അതേപോലെ തന്നെ സമയത്തിന് അനിശ്ചിതമാണ്. और അവാം കോ മുനാസിബ് നഹീം, പൊതുജനങ്ങൾക്ക് എന്താണത് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഹാമികളും അതിനുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കൾ ഈ ഒരു രീതിയിലാണ് അത് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. നമ്മുടെ SM സർവറിൻ്റെ നന്ന ഷറാറ ആ ഒരു ചാപ്റ്ററിൽ നിന്നും വരാവുന്നത് മത്ലബ് എഴുതാനോ മഫ്ഹൂം എഴുതാനോ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഷെയർ തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാനായിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു കവിതയുടെ ആശയം എന്താണെന്ന് നോക്കാം. നസ്മ നന്ന ഷറാറ കേരള മഷൂർ ഷായർ SM സർവറിനെ ലിഖാഹെ, നമ്മൾ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഷായർ SM സർവറാണ് ഈ നന്ന ഷറാറ എന്ന് പറഞ്ഞിട്ടുള്ള നസ്മ എഴുതിയിട്ടുള്ളത്. ഈ ഒരു നസ്മ ജുഗ്നു എന്ന ആ ഒരു നസ്മിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഒരു ഉസ് നസ്മ കെ ജരിയെ, ഈ കവിതയിലൂടെ ഷാർ ജുഗ്നു ക മുഖാത്തിബ് കർക്കെ കർത്തേ ഹെ, ജുഗ്നുവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഒരു കവിതയിലൂടെ എല്ലാ ഷെയറിലും പറയുന്നത്, അതിനോടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഷായർ കഹ്താ ഹെ കെ, ഷായർ പറയുന്നത് ഈ ജുഗ്നു തു ഇത്തനെ ദൗഡ് ധൂപ്പ് ക്യോ കർ രഹാ ഹെ, നീ എന്തിനാണ് ഇങ്ങനെ ഇത്രയും സൂര്യനെ പോലെ നീ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നത്. ക്യാ തു അപ്നെ ഖോയേ ഹുയെ ആശയ കി തലാഷ് മേ ഹെ, അല്ല നീ നിന്റെ നഷ്ടപ്പെട്ട കൂടാണോ നീ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. क्या तुम हर तरह के शम्में जलाकर अपने खोए हुए कारवां को तलाश कर रहे हैं, നീ ഇങ്ങനെ നിൻ്റെ ആ ഒരു പ്രകാശം ഇങ്ങനെ കത്തിച്ചുകൊണ്ട് നിൻ്റെ നഷ്ടപ്പെട്ടു പോയ യാത്രാ സംഘങ്ങളെയാണോ നീ അന്വേഷിക്കുന്നത്. ജബ് സൂരജ് കി റോഷ്നി കം ഹോ ജാത്തി ഹേ തോ, ഇനി സൂര്യൻ്റെ വെളിച്ചം അങ്ങോട്ട് അണയുമ്പോൾ तो जुगनू की चमकने से आसमान और दुनिया की रोंग बढ़ जाती है, ജുഗ്നുവിൻ്റെ ആ ഒരു പ്രകാശം കൊണ്ട് ആകാശവും ലോകത്തിൻ്റെയും ആകാശത്തിൻ്റെയും റോങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശോഭ ബഡ്ജാദേഹ വർദ്ധിക്കുന്നുണ്ട്. യഹി യാനി ഹർ ചോട്ടി സി റോഷ്നി കീമത്തി ഹെ, അതായത് ഏത് ചെറു പ്രകാശമാണെങ്കിലും അതിൻ്റേതായ വില അതിനുണ്ട്. അപ്പോൾ ജുഗ്നു എന്ന് പറയുന്നത് ചെറിയൊരു പ്രാണിയാണ്, പക്ഷേ അതിനെക്കുറിച്ച് ഇത്രത്തോളം കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന് ചിലപ്പോൾ നമ്മൾ ഈ ഒരു കവിത വായിക്കുമ്പോൾ നമ്മൾ തന്നെ സ്വയം മനസ്സിൽ ചിന്തിച്ചു പോകും. जुगनू की तरह हमें भी दूसरों के लिए रोशनी ഉമ്മീദ് और ഖുഷി ഫൈലാന ചാഹിയെ എന്നൊരു കവി പറയാണ്, നമ്മൾ ജുഗ്നുവിനെ പോലെ മറ്റുള്ളവർക്ക് പ്രകാശവും പ്രതീക്ഷയും സന്തോഷവും നൽകുന്നവരായിരിക്കാനായിട്ട് ശ്രമിക്കണമെന്ന്. ബാക്കി ഭാഗം നോക്കൂ. ആസ്മാൻ കെ സിതാരെ ജുഗ്നു കോ ഹൈരിയത് സെ ദേഖ്തേ ഹെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലും ജുഗ്നുവിനെ വളരെ ആശ്ചര്യത്തോടു കൂടെ നോക്കുകയാണ്. क्योंकि എന്തുകൊണ്ടെന്നാൽ ജുഗ്നു ഉൻകി തര ആസ്മാൻ കി സീനത്ത് യാനി ഖൂബ്സൂരത് ബടാത്തി ഹെ, ജുഗ്നുവും അവരെ പോലെ തന്നെ ആകാശത്തെ അത്രയും മനോഹരമാക്കുന്നു. ഫിർ ഷായർ കഹ്താ ഹെ കി, പിന്നെ ഷായർ പറയുകയാണ്, ജുഗ്നു ബുൽബുൽ കി തര ഖൂബ്സൂരത്തി സെ, ജുഗ്നു ബുൽബുൽ പക്ഷികളെ പോലെ തന്നെ ലോകത്തെ
ലോകത്തിൻ്റെ ആ ഒരു ശോഭയും പ്രകാശവും ആ ഒരു മനോഹാരിതയും വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. और उसकी खूबसूरत देखकर ഷായർ कहता है कि എന്നിട്ട് ആ ജുഗ്നുവിൻ്റെ ആ ഒരു ഭംഗി കണ്ടിട്ട് ഷായർ പറയാണ്, ഈ ജുഗ്നു എന്ന് പറയുന്നത് ഹൂറോം കി ഹാർ ടൂട്ടുകർ മോത്തി ബിഗർ ഗയേ ഹേ, ഇത് സ്വർഗത്തിലുള്ള മാലാകമാരുടെ മുത്തുമാല, അവരുടെ മാലകൾ പൊട്ടിയിട്ട് അത്രയും തിളങ്ങുന്ന ആ ഒരു മുത്തുകളാണോ ഈ ചിതറിക്കിടക്കുന്നത് എന്ന്. ജുഗ്നു അപ്പനി രോഷനി സെ അന്തേരേമേ രോഷനി ദേത്താ ഹെ, ഈ ജുഗ്നുകൾ, ഈ മിന്നാമിനുങ്ങുകൾ തൻ്റെ വെളിച്ചം കൊണ്ട് അന്തേരേമേ ഇരുട്ടിൽ ഹംകോ രോഷനി ദേത്തെ ഹെ, നമുക്ക് പ്രകാശം നൽകുന്നു. उसी तरह हमें भी अपने अच्छे काम और नेकी से दूसरों की ज़िंदगी रोशन करनी चाहिए. ഇതാണ് ഇതിലെ മെയിൻ പോയിന്റ് കേട്ടോ. ഇതേപോലെ അതായത് ഒരു ജുഗ്നു എങ്ങനെയാണോ അന്ധേരയിൽ രോഷനി നൽകുന്നത്, ഇരുട്ടിൽ നമുക്ക് എങ്ങനെയാണോ പ്രകാശം നൽകുന്നത്, നമ്മുടെ ലോകത്തിന് പ്രകാശം നൽകുന്നത്, അതേപോലെയായിരിക്കണം നമ്മുടെ ഓരോ പ്രവൃത്തികളും. നമ്മുടെ എല്ലാ നല്ല പ്രവൃത്തികളും നന്മയുള്ള പ്രവൃത്തികളായിരിക്കണം. ഈ നന്മയുള്ള പ്രവൃത്തികളെല്ലാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് സമാധാനവും സന്തോഷവും പ്രകാശവും നൽകുന്നതായിരിക്കണം എന്നാണ് കവി ഈ ഒരു കവിതയിലൂടെ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ലാസ്റ്റിലുള്ള 2-3 പോയിൻറ്റ്സ് മക്കൾ തീർച്ചയായിട്ടും പഠിക്കുക. ഇതിൽ ഏത് ഷെയർ ചോദിച്ചാലും ആ 2-3 വരികൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, ഈ കവിത എഴുതിയത് ആരാണെന്നുള്ളത് മറക്കരുത്. നമ്മുടെ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള പോയിറ്റ് SM സർവറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു കവിതയെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഇതിലേത് നസ്മുകൾ, ഇതിലേത് ഷെയറുകൾ ചോദിച്ചാലും ഈ വരികൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് നമ്മുടെ ഹൈദരാബാദ് കി സേർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള തഫ്രീഹി മക്കാമാത്ത്, താരിഹി ഇമാരത്ത്, ഇങ്ങനെ 2 ടൈപ്പിലുള്ള ചോദ്യങ്ങൾ നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഏതൊക്കെയാണ് തഫ്രീഹി മക്കാമാത്ത്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ? വയനാട്, മൂന്നാർ, കോവളം, മലമ്പുഴ, ഇടുക്കി, ഇതൊക്കെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ടുള്ളത്. പിന്നെ താരീഖ് ഇമാരത്തുകൾ, അതായത് ചരിത്ര സ്മാരകങ്ങൾ, അത് രണ്ടും കൺഫ്യൂഷനായി പോകരുത്. തഫ്രീഹി മക്കാമാത്ത് എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, താരീഖ് ഇമാരത്ത് പറഞ്ഞാൽ ചരിത്ര സ്മാരകങ്ങൾ. ചരിത്ര സ്മാരകങ്ങളും തഫ്രീഹി മക്കാമാത്തുകളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, മാറിപ്പോവരുത്. താരീഖ് ഇമാരത്തുകൾ ഏതൊക്കെയാണ്? നമ്മുടെ ചാർമിനാർ, ലാൽ കില്ല, താജ്മഹൽ, ടിപ്പു കാ കില്ല, മക്ക മസ്ജിദ് തുടങ്ങിയവയൊക്കെയാണ് താരീഖ് ഇമാരത്തുകൾ. ഇനി ഇതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു തഫ്രീഹി മക്കാമാത്തിനെ കുറിച്ച് നോട്ട് എഴുതാൻ. അപ്പോൾ അതും നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. ഇവിടെ വയനാടിനെ കുറിച്ചിട്ടാണ് ടെസ്റ്റ് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, വയനാട് ഖൂബ്സൂരത്ത് തഫ്രീഹി മക്കാമയ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇനിയിപ്പോൾ വയനാടിനെ കുറിച്ചുള്ള മക്കൾ വേറെ ഏതെങ്കിലും സ്ഥലമാണ് എഴുതുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ എഴുതുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ പേര് അവിടെ കൊടുക്കുക, എന്നിട്ട് എഴുതുക ഈ ഖൂബ്സൂരത്ത് തഫ്രീഹി മക്കാം ഹെ, എന്നിട്ട് എഴുതുക യഹാം ബഹുത്ത് ഖൂബ്സൂരത്ത് നസാരെ ഹെ. എല്ലാ സ്ഥലങ്ങളും ഏത് തഫ്രീഹി മക്കാമാത്തുകളാണെങ്കിലും നമുക്ക് അവിടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ടായിരിക്കും. അപ്പോൾ ആ പോയിൻറ്റ്സും എല്ലാത്തിലും നമുക്ക് ഉൾപ്പെടുത്താം. വഹാം ഖൂബ്സൂരത്ത് ആബിഷാർ ഹെ, അവിടെ നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമുണ്ട്. അവർ യഹാം ഹരാബരാ ഹെ, ഇവിടെ എങ്ങനെയാണ് ആ പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണ്. വയനാട്ടിനെയും പൂക്കോട് ലേക്ക് ഹെ, വയനാട്ടിൽ പൂക്കോട് തടാകമുണ്ട്. അവർ വയനാട് ബാണാസുര ഡാം ബി ഹെ, ബാണാസുര ഡാമും കൂടെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ വയനാടിനെ കുറിച്ച് നോട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് എഴുതിയാൽ മതി. അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് സഫർനാമ, യാത്രാ വിവരണം. അപ്പോൾ യാത്രാ വിവരണം ഇത് 7ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് തയ്യാറാക്കിയിട്ടുള്ള സഫർനാമയാണ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. എങ്ങനെയാണ് ഒരു സഫർനാമ എഴുതുക? നമ്മൾ എത്ര മണിക്കാണ് നമ്മൾ ആ യാത്ര ആരംഭിച്ചത്, അതേപോലെ ആരുടെ കൂടെയാണ് നമ്മൾ യാത്ര പോയത്, നമ്മൾ അവിടെ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു, എപ്പോൾ നമ്മൾ തിരിച്ചെത്തി, എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ യാത്ര, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു സഫർനാമയിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. ഇവിടെ നോക്കൂ, मैं मेरा परिवारों के साथ पिछले हफ्ते सुबह 5 बजे दिल्ली की तरफ रवाना हुई. ഞാൻ എൻ്റെ വീട്ടുകാരോടൊത്ത് പിച്ചലെ ഹഫ്തെ കഴിഞ്ഞ ആഴ്ച സുബഹ് 5 ബജെ, സുബഹയ്ക്ക് 5 മണിക്കാണ് ദഹ്ലിയിലേക്ക് പുറപ്പെട്ടത്. റെയിൽ ഗാഡി മേ സഫർ കെ ദൗറാൻ, ട്രെയിനിലൂടെയുള്ള യാത്രക്കിടയിൽ ഖൂബ്സൂരത്ത് നസാരയിലേക്ക് നല്ല ഭംഗിയുള്ള കാഴ്ചകളെല്ലാം കണ്ടു. 2 दिन के सफर के बाद, 2 ദിവസത്തിന് ശേഷം ദഹ്ലി പहुंच, ഞങ്ങൾ ഡൽഹിയിലെത്തി. വഹാം ജാക്കർ, അവിടെ ചെന്നിട്ട് ഹം താജ്മഹൽ ദേക്കിനെ ഗേ, ഞങ്ങൾ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോയി.
सफ़ेद संगमरमर से शाहजहां अपनी बीवी मुमताज़ के लिए बनवाया ये तारीഖി इमारत बहुत खूबसूरत है. നമ്മുടെ ഷാജഹാൻ തൻ്റെ പത്നിയായിട്ടുള്ള മുംതാസ് മഹലിന് വേണ്ടിയിട്ട് വൈറ്റ് മാർബിൾ കൊണ്ടാണ് ഈ ഒരു ഇമാരത്ത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അത്രയും മനോഹരമായിരുന്നു. ലാൽ കില്ല, ജാമി മസ്ജിദ്, കുത്തുബ് മിനാർ വഗൈറാബി ദേക്ക. അവിടെ നിന്നും ഞങ്ങൾ ലാൽ കില്ല ചെങ്കോട്ട കണ്ടു, ജാമിയ മസ്ജിദ്, കുത്തുബ് മിനാർ ഇതെല്ലാം ഞങ്ങൾ അവിടെ നിന്നും കണ്ടു. 5 ദിനക്ക് സഫർക്ക് ബാദ് ഗർ ലൗട്ട. 5 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഒന്നില്ലെങ്കിൽ മക്കൾ ഇത് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ വയനാടിനെ കുറിച്ച് നമ്മളിപ്പോൾ തഫ്രീഹി മക്കാമാത്തിനെ കുറിച്ച് എഴുതിയ സമയത്ത് വയനാടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയല്ലോ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒന്നില്ലെങ്കിൽ വയനാട്ടിലേക്ക് യാത്ര ചെയ്ത പോലെ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതുക. വളരെ സിമ്പിളാണ്. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് ഇഷ്ടപ്പെട്ട ഒരു തഫ്രീഹി മക്കാമാത്തിനെ കുറിച്ച് നമുക്ക് അതിനെ എഴുതാം. ഓക്കെ, ഇനി നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് പോസ്റ്റർ. അപ്പോൾ ഈ പോസ്റ്റർ എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ എക്സാമിന് തന്നെ നമ്മൾ പഠിച്ചതാണ്. വളരെ സിമ്പിളായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചോദ്യമാണ്. അപ്പോൾ അതിനൊരു ഉൻവാൻ ഉണ്ടായിരിക്കണം അല്ലേ. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ, യോമെ ആസാദി ക ഹുസൂസി പ്രോഗ്രാം. അപ്പോൾ അതാണ് അവിടെ ഉൻവാനായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡേറ്റ് വേണം, ടൈം വേണം, എവിടെ വെച്ചിട്ടാണ് ആ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഒരു പോസ്റ്ററിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം. അതേപോലെ ഇതിൻ്റെ അധ്യക്ഷൻ ആരാണ് ആ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇഫ്തിതാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉദ്ഘാടനം അല്ലേ. പിന്നെ അതിലെ മെഹ്മാൻ ഹുസൂസി, അതിൽ അതിഥി, പ്രധാന അതിഥി ആരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പോസ്റ്റർ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആപ് സബ്ക ഹയർ മുഖദ്ദം, എല്ലാവർക്കും സ്വാഗതം എന്നുള്ള ആ ഒരു വേർഡും കൂടെ നമ്മൾ എഴുതി കൊടുക്കുക. അതിനെ പ്രത്യേക ഒരു ബോക്സിലാക്കാം. ഡേറ്റ് ആൻഡ് ടൈം, പ്ലേസ് ഇതെല്ലാം പ്രത്യേകം ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റർ അത്രയും മനോഹരമാകും. മുഴുവൻ മാർക്കും നമുക്കതിൽ സ്കോർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റർ തയ്യാറാക്കേണ്ട. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമിന് വരാവുന്ന ചോദ്യങ്ങൾ ഒരു വീഡിയോ പാർട്ട് 1 ആക്കിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് ചെയ്തിട്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ മക്കൾ തീർച്ചയായിട്ടും കാണുക. കൂടാതെ ഇതിലുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് വരാവുന്ന ഒരു ചോദ്യമാണ്, ഒരു പാരഗ്രാഫ് തന്നിട്ട് ഒന്നില്ലെങ്കിൽ അതിനെ മലയാളം ഭാഷയിലേക്ക് മാദ്രി സബാൻമേ തർജ്ജമ കീജിയെ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം വരാറുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മസ്റ്റൊരു ക്വസ്റ്റ്യന്. നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് തന്നെ ഇഷാരകളായിട്ട് നമുക്ക് ചോദ്യപദങ്ങൾ തരാറുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യപദങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ ഓക്കെ, തീർച്ചയായിട്ടും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നാളത്തെ എക്സാം നല്ല ഈസി ആവട്ടെ, ടീച്ചർ പ്രാർത്ഥിക്കും. ഓക്കെ, ശുക്രിയ, ഖുദ ഹാഫിസ്.